ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടാസ്ക് ആയിട്ടാണ്. എന്ന് വെച്ചാൽ എൻ്റെ പപ്പ ഇന്നലെ പറഞ്ഞു ബുക്സ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഷെൽഫിൽ കുറേ ബുക്സ് ഉണ്ട്. ആ ബുക്സിൻ്റെ എല്ലാം പേര് ഇങ്ങനെ എഴുതണമെന്ന്. അപ്പോൾ ആ ഒരു ടാസ്കിനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് അവിടെ ഇരിക്കണം ആ ഷെൽഫിൽ നിന്ന് ബുക്സൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമുക്ക് പോയി ബുക്സൊക്കെ എടുത്തിട്ട് വരാം. സോ കം ഓൺ ഗായ്സ്, ഇതിനകത്താണ് കീ ഇരിക്കുന്നത്. നമുക്കപ്പോൾ കീ എടുക്കാം. ഇതിനകത്ത് കീ ഏതിനകത്താണ് കണ്ടുപിടിക്കുന്നത് വലിയ ടാസ്ക്. ഞാൻ ഇന്നലെ ഇത് ചെയ്തതായിരുന്നു, ബട്ട് എനിക്കിത് ഒരാവശ്യമുണ്ട് തുറന്നിട്ട്. നമുക്ക് എന്തായാലും തുറക്കാം. തുറക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ തുറന്നിട്ട് നിങ്ങളെ കാണിക്കാം. സോ ഗൈസ്, തുറന്നു. എനിക്ക് ഈ ഒരു 3 ബുക്ക് ഇതിനകത്തേക്ക് വെക്കാനുണ്ടായിരുന്നു, അത് വെച്ചു. സോ നമുക്കിത് അടയ്ക്കാം. എൻ്റെ അമ്മേ, ഇത് താഴെ വീഴുമോയെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ വലിക്കുന്നത്. എനിക്ക് ഈ ഷെൽഫ് ഒട്ടും ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം ഇതാണ്. എനിക്കിത് അടയ്ക്കാനും തുറക്കാനും അറിയാൻ പാടില്ല. ഓക്കെ ഗൈസ്, ഇതങ്ങനെ പൂട്ടി. ഇതേ കീ തന്നെ ആയിരിക്കും മിക്കവാറും ഇതിനും, എനിക്കറിയാൻ പാടില്ല. ഇതൊന്നും അങ്ങനെ തുറക്കാറില്ല. ഇതിനകത്ത് ഒരു ലോക്കാവാൻ സാധിക്കും. തുറന്നു. ഇത് തുറക്കാൻ അത്രയും പാടില്ല കേട്ടോ ഗൈസ്, കാരണം നമ്മുടെ ഒരു ലെവലല്ലേ ഇതിന്. ഇത് ജസ്റ്റ് എനിക്കിപ്പോൾ ഒറ്റ കൈ ഉള്ളത് കൊണ്ടാണ് ഇത്തിരി ഇത്. അപ്പം ഞാനിത് തുറന്നിട്ട് കാണിക്കാം. അല്ല, ഇതേ കണ്ട, തുറന്നു. ഇത്രയും ബുക്സിൻ്റെ പേരാണ് നമുക്കിന്ന് എഴുതേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. ഈ സൈഡിൽ നിന്ന് നമുക്ക് ഒരു 3 ബുക്ക് അങ്ങ് എടുക്കാം. നമുക്ക് ഈ ഒരു വലിയ ബുക്ക് എടുക്കാവേ. സോ ഗായ്സ്, ഞാനപ്പോൾ അത് ഇവിടെ 12 ബുക്സ് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി 12 ബുക്സ് എഴുതിയിട്ട് കാണാം, അല്ലേ? അതല്ല അതിൻ്റെ ഒരു ശരി. സോ ഗായ്സ്, അപ്പം ഞാൻ എല്ലാം എഴുതി കഴിഞ്ഞു. ഇപ്പം എനിക്ക് മൊത്തത്തിൽ 148 ബുക്സ് ഇവിടെ ഉണ്ടെന്നറിയാം. നോക്ക്, 148. സോ ഇനി നമുക്കിതെല്ലാം ഷെൽഫിലേക്ക് കയറ്റാം. കമോൺ. സോ ഗായ്സ്, ഈ ഒരു ഷെൽഫിലാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. നമുക്ക് ഫില്ല് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ നിങ്ങളുടെ പ്ലീസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഫില്ല് ചെയ്യാൻ തുടങ്ങാം. സോ ഗായ്സ്, നമ്മുടെ ഇത് കഴിഞ്ഞു. ഇത്രയും ബുക്സ് നമ്മൾ അതിനകത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ബുക്സും കൂടെ എടുക്കാറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത ടൈപ്പ് ഡയറീസ്, അങ്ങനത്തെ ബുക്സൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ബുക്സൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനകത്തേക്ക് കയറ്റി വയ്ക്കാം. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഇപ്പോൾ വരാം ഗായ്സ്. അപ്പോൾ ഇത്രയും ബുക്സാണ് ആവശ്യമില്ലാത്തതായിട്ടുള്ളത്. അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ലൈക്ക് ഡയറീസ്, ഇതിനൊന്നും പേരില്ല സത്യം പറഞ്ഞാൽ. നമുക്ക് ജസ്റ്റ് അത് വെച്ചിട്ട് ക്ലോസ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കോട്ടയം കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾ ഓണം വെക്കേഷനൊക്കെ എങ്ങനെ പോകുന്നു? ഓണം സ്കൂളിലെ എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളുടെ സ്കൂൾ മേരിഗിരിയിലെ അടിപൊളിയായിരുന്നു. അവസാനത്തെ DJ പാർട്ടിയിൽ കുറേ മഴയും കൂടെ പെയ്തപ്പോഴത്തേക്കും അടിപൊളിയായി. നിങ്ങളുടെ ഓണാഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ശരി, ബൈ ബൈ.